ഇറങ്ങിയതാണ്. അതിനൊരു സ്പെഷ്യൽ ഒരു ഇതുണ്ട് കേട്ടോ. അതായത് ഞാൻ ആലോചിക്കും ഈ വീട്ടിലെടുക്കുമ്പോൾ നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ എന്നിട്ടത് അവക്കാഡോ ഇറങ്ങിയതാണ്. അതിനൊരു സ്പെഷ്യൽ ഒരു ഇതുണ്ട് കേട്ടോ. അതായത് ഞാൻ ആലോചിക്കും ഈ വീട്ടിലെടുക്കുമ്പോൾ നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ എന്നിട്ടത് അവക്കാഡോ. ഹായ് ഗായ്സ്, ഗുഡ് ഈവനിങ്, വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്ന് ഇതിപ്പോൾ രാത്രിയാണ് കേട്ടോ. രാത്രി ഇപ്പോൾ സമയം എത്ര മണി? 8:15. ആക്ച്വലി ഞങ്ങൾ എന്നെ കാണാൻ പറ്റുന്നില്ലല്ലോ, ലൈറ്റ് ഉണ്ട്. കാരണം എയർപോർട്ട് ഇവിടുത്തെ ലൈറ്റ് ഇടണ്ടാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് എന്താ പറയുക, രാത്രി ഡിന്നറിന് വേണ്ടിയിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അതിനൊരു സ്പെഷ്യൽ ഒരു ഇതുണ്ട് കേട്ടോ. അതായത് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി അങ്ങനത്തെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അല്ലാതെയും ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നവരാണ്. അപ്പോൾ വിശേഷ ദിവസങ്ങളാകുമ്പോൾ പ്രത്യേകിച്ചും പുറത്തുനിന്ന് ഫുഡ് കഴിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ എവിടെ നിന്ന് ഫുഡ് കഴിക്കണം എന്നുള്ളത് ഒരു തീരുമാനമൊന്നും ആയിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇരിങ്ങാലക്കുട ആൾക്ക് ഇവിടെ ബാങ്കിൽ വരേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുട ബാങ്കിൻ്റെ അവിടെ വന്ന് നിൽക്കുവാണ്. ഇനി ഫുഡ് കഴിക്കുന്നത് എവിടെയാണെന്നുള്ള തീരുമാനമായിട്ടില്ല കേട്ടോ. അപ്പോൾ അത് ഒരു എവിടേക്ക് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനത്തെ വിശേഷ ദിവസങ്ങളാണ് എവിടെയെങ്കിലും ഒരു ഡിഫറെൻ്റ് അല്ലെങ്കിൽ പുതിയ ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് നമ്മൾ ഫുഡ് ട്രൈ ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഇതിപ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്നൊരു ചിലപ്പോൾ ഞങ്ങൾ സ്ഥിരമായിട്ട് പോകുന്ന ഏതെങ്കിലും ഹോട്ടൽ തന്നെയായിരിക്കും പോയി ഭക്ഷണം കഴിക്കുക. ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഒന്നാമത് വിശപ്പില്ല, അതൊരു കാര്യം. പിന്നെ വെറുതെ എന്തായാലും ഇറങ്ങി, അപ്പോൾ പിന്നെ എന്തെങ്കിലും എവിടെ എന്തെങ്കിലും ഡിന്നർ കഴിഞ്ഞ് പോകാമെന്ന് വിചാരിക്കുന്നു, കഴിച്ചിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു കുട്ടി വ്ളോഗാണ്. ഓക്കെ ഗൈസ്, അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ചാലക്കുടിക്ക് കേട്ടോ പോണേ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആയിട്ടുള്ള സലീമ ചേച്ചിയും കൂട്ടിയിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ ഞങ്ങൾ സലീമ ചേച്ചിയുടെ വീട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചിയും കൂട്ടിയിട്ട് ഞങ്ങൾ ചാലക്കുടി ദാബയിൽ പോകാമെന്ന് കരുതും. ഓക്കെ, അപ്പോൾ ചേച്ചിയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചേച്ചിനെ വിളിച്ചിട്ട് നമ്മൾ ദാബയിൽ പോവാം. ഹായ് അന്നോ, നമ്മൾ എവിടേക്ക് പോണേ? എവിടേക്ക് പോണേന്ന് അറിയാക്ക്? ദാബയിലേക്ക് പോകണം. ഞാൻ ആലോചിക്കും ഈ വീട്ടിലെടുക്കുമ്പോൾ നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിൻ്റെ മുഖം ഇത്രയൊക്കെ ഉണ്ടാവും. അതൊക്കെ അല്ലേ നിൽക്കുക. നമ്മൾ സലിമേച്ചിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. സോ ഗൈസ്, ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ, അതായത് ഈ ഒരു ദാബയിലേക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ. അൽഫാമ ഈ പ്ലേറ്റ് മാറ്റി മാഡം മിക്സ് ചെയ്യാൻ ടൈം എടുക്കുക. കുഴപ്പമില്ല. എല്ലാവർക്കും ഞാൻ കുറച്ച് വെക്കട്ടെ. കുറച്ച് മതി ചേച്ചി. ഇതെന്താ, ബീഫോ ചിക്കനോ? ബീഫ് ഞാൻ കഴിക്കണം. കുഴപ്പമില്ല, എനിക്കിത് മതി.
പാൽക്കപ്പ ബീഫ് ചേർത്ത്. സോ ഗൈസ് ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇറങ്ങി. ഞങ്ങൾ ഫ്രൂട്ട്സ് വാങ്ങിക്കാനായിട്ട് വന്നിരിക്കുക സലിമേച്ചിക്ക്. എന്നിട്ടത് അവക്കാഡോ. ദിസ് ഇസ് അവക്കാഡോ. ഐ ലൈക്ക് അവക്കാഡോ. നല്ല ബട്ടറിയാണ് അവക്കാഡോ. അത് വെറുതെ കഴിക്കാൻ പറ്റില്ല, എന്തിനും പാലൊക്കെ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ ബട്ട് ഗുഡാണ്, നൈസാണ്. നമ്മൾ മേടിക്കണത് വാട്ടർമെലൻ. സോ ഗൈസ് അങ്ങനെ ഞങ്ങൾ സലിമ ചേച്ചിനെ വീട്ടിലാക്കി ഡ്രോപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ ബൈ.